നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. 24 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി. അനസ്തേഷ്യ വിഭാഗം ഡോക്ടറും സർജറി ഡോക്ടറും തമ്മിലുള്ള തർക്കമാണ് കാരണം. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. തർക്കം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന് RMO സ്ഥിരീകരിച്ചു. 2 മേജർ സർജറി, 3 മൈനർ സർജറി, അങ്ങനെ 5 ശസ്ത്രക്രിയകൾ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഡോക്ടർമാരുടെ തമ്മിൽ തല്ല് കാരണം ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു സർജറി പോലും നടന്നില്ല. ഒരു രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നു. അനസ്തേഷ്യ ഡോക്ടേഴ്സ് പുറത്തുനിന്ന് അസിസ്റ്റന്റിനെ കൊണ്ടുവന്നതാണ് സർജറി ഡോക്ടറുമായുള്ള തർക്കത്തിന് കാരണം. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അനസ്തേഷ്യ അസിസ്റ്റന്റിനെ കൊണ്ടുവരാൻ നിയമമില്ല. തുടർന്നാണ് തിയേറ്ററിനുള്ളിൽ വെച്ച ഡോക്ടേഴ്സ് തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. അനസ്തേഷ്യൻ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. ഞാൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരമായിരുന്നു. അവർ വഴക്കിട്ടാണ് പോയത്. അനസ്തേഷ്യ ഡോക്ടേഴ്സായ ബിനിൽ, പ്രിയ, സർജറി ഡോക്ടർ ഗണേഷ് എന്നിവർ തമ്മിലാണ് വാക്കേറ്റം. ഡോക്ടേഴ്സിന്റെ തമ്മിൽ തല്ല് കാരണം മാസങ്ങളോളം കയറിയിറങ്ങി ശസ്ത്രക്രിയയ്ക്കായി ഡേറ്റ് ലഭിച്ച 5 രോഗികളാണ് വലഞ്ഞത്. ഒരു 3-4 മാസം കൊണ്ട് നമ്മളിവിടെ കയറി ഇറങ്ങുകയാണ്. 2 പേർക്കും ഇന്നലെ മുതലേ ആഹാരം പോലും കൊടുക്കാതെ അവരെ എല്ലാം ചെയ്യാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്തു. അതിനകത്ത് കൊണ്ടുപോയി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നതും. പല രോഗികളും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. എന്ന് സർജറി നടക്കുമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടില്ല. സാധാരണക്കാരായ തൊഴിലാളികളാണ് ESI ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണം. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി. രാവിലെയും രാത്രിയും ഓരോ മണിക്കൂർ വീതമാണ് സമയം ദീർഘിപ്പിച്ചത്. നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്ന പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ നീട്ടി. നേരത്തെ ടൂറിസം മേഖലകളിൽ മാത്രമായിരുന്നു ബാറുകൾ രാത്രി 12 വരെ പ്രവർത്തിച്ചിരുന്നത്. മൈസ് ടൂറിസം ഇവന്റുകൾ നടക്കുന്ന 5 നക്ഷത്ര ഹോട്ടലുകളിലെ ബാറുകൾക്ക് പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാം. വാർഷിക ലൈസൻസ് ഫീസിനൊപ്പം 5 ലക്ഷം രൂപ കൂടി അടയ്ക്കണം. തീരുമാനമെടുക്കുന്നതിന് മുൻപ് സർക്കാർ പ്രതിപക്ഷവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കി. സർവേയെക്കുറിച്ച് CPIM-ന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചു എന്നുമുള്ള സുപ്രധാന പരാമർശമാണ് ഹൈക്കോടതി നടത്തിയത്. നവകേരള സർവേക്ക് ഹൈക്കോടതിയുടെ ഫുൾ സ്റ്റോപ്പ്. പണം അനുവദിച്ചതിലും പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിലും സംസ്ഥാന സർക്കാരിന് പിഴച്ചു. പദ്ധതിക്ക് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നുവെന്ന് കോടതി. CPIM-ന് നേരെയും കോടതിയുടെ ഗൗരവ പരാമർശങ്ങൾ. നവകേരള സർവേക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകുന്നതിന് മുൻപ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി അണികൾക്ക് പദ്ധതിയെക്കുറിച്ച് കത്തയച്ചു. CPIM പ്രവർത്തകരെ പോർട്ടലിൽ കുത്തിനിറക്കാൻ ശ്രമം നടന്നെന്ന ഹർജിക്കാരുടെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കത്തെന്നും കോടതി. സർക്കാരിന് കരണത്തെറ്റടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവന്മാർ സർവേ നടത്താൻ പോണത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ മുഖത്ത് ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന് നിയമമന്ത്രി P. രാജീവ്. റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. KSU നേതാക്കളായ അലോഷ്യസ് സേവ്യർ, മുബാസ് എന്നിവരാണ് ഹർജി നൽകിയത്. 20 കോടി രൂപയാണ് നവകേരള സർവേ പദ്ധതിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കൊല്ലം നിലമേലിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിന് കാരണം ഭക്ഷ്യവിഷബാധയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. നിലമേൽ പ്ലാച്ചിയോട് സ്വദേശി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. റഷീദ ബീവിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ സ്ഥിരീകരണത്തിനായി പത്തോളജി റിപ്പോർട്ട് കൂടി വരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് ഷാജിയും കുടുംബവും സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ 6 പേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ സീഫുഡ് കഴിക്കാൻ പോയത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴി ഒരു ഛർദിലും കാര്യങ്ങളൊക്കെ ആയി. മീൻ മുട്ട മേടിച്ച്
അപ്പ മേടിച്ച് പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം ചോദിച്ച് അത് ഷാജിക്ക് ആള് സാധിച്ചു. റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവർക്ക് അലർജി പ്രശ്നങ്ങളുണ്ട്. അതേസമയം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാജിയുടെ ഭാര്യ സിജിമോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 24 കൊല്ലം. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തിയേക്കും. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ പിന്നോട്ടെന്ന് സൂചന നൽകുന്നതാണ് മന്ത്രിമാരുടെയും മുതിർന്ന CPIM നേതാക്കളുടെയും പ്രതികരണങ്ങൾ. വിഷയത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം ആവർത്തിച്ചു. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. സർക്കാരിന് അധികാരമുണ്ട്. ഇതാ ഞങ്ങളുടെ നിലപാടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ കോടതിക്കെതിരായി പോവില്ലേ? ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. തെളിച്ചു പറയുന്നില്ലെങ്കിലും ശബരിമല യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ മുൻ നിലപാട് മാറ്റുമെന്നാണ് മന്ത്രിമാരുടെയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ഉടൻ നിലപാട് വ്യക്തമാക്കേണ്ടെന്നാണ് സർക്കാരിന്റെ തന്ത്രപരമായ സമീപനമെങ്കിലും കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം ആശങ്കയുണ്ടാക്കുന്നു. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനാൽ നിലപാട് ചർച്ചയാകും. സർക്കാർ നയം വ്യക്തമാക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അപ്പൊ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. അതേസമയം യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS ആവശ്യപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന്, പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് പറയാതിരിക്കരുതെന്ന് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി 24നോട് പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്ന് SNDP യോഗവും NSSും ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ച സംബന്ധിച്ച് പ്രസിഡന്റ് K. ജയകുമാർ. ഓഡിറ്റർക്ക് ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവ്യക്തതയുണ്ട്. സംഗമത്തിന്റെ നടത്തിപ്പ് കരാർ ഏറ്റെടുത്തത് ഊരാളുകൾ സൊസൈറ്റി കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. 8 കോടി രൂപയുടെ ധാരണാപത്രമാണ് ഒപ്പിട്ടതെന്നും അവർ നൽകിയത് 7.04 കോടിയുടെ ബില്ലാണെന്നും K. ജയകുമാർ പറഞ്ഞു. എന്നാൽ ദേവസ്വം ബോർഡ് 4.99 കോടി രൂപ മാത്രമേ നൽകൂ എന്ന് അവരെ അറിയിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. 10 ദിവസത്തിനകം റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. 26-ന് പുതുക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. മീഡിയ പബ്ലിസിറ്റിക്ക് 3 കോടിയിലേറെ രൂപ ചെലവിട്ടെന്നാണ് ഊരാളുകൾ അവകാശപ്പെട്ടത്. ഇതായിരുന്നു ദേവസ്വം ബോർഡിന്റെ സംശയത്തിന് പ്രധാന കാരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ വഴി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച വരവ് ചിലവ് കണക്ക് പ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവായത് 4.5 കോടി രൂപ മാത്രമായിരുന്നു. ഇതിൽ 3 കോടി രൂപ കൈമാറി കഴിഞ്ഞു. കണക്കുകൾ ഓഡിറ്റ് ചെയ്ത ഏജൻസി ബില്ലുകളുടെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് ഊരാളുകളുടെ ഭാഗവും ബോർഡ് കേൾക്കുന്നുണ്ട്. അതേസമയം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പണം അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ്. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ വേദിയിൽ നമ്മൾ എല്ലാവരെയും പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ പലപ്പോഴും ഈ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വേദിയിൽ ഉണ്ടാകുന്നൊരവസ്ഥ, അത് നേതാക്കളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. അതിനൊക്കെ ചില പ്രോട്ടോകോളുകൾ നമുക്ക് ആവശ്യമുള്ളവർ മതി സ്റ്റേജിൽ. പക്ഷെ ഇവിടെ അല്ല, അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പം എല്ലാവരും ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആരെയും ഒഴിവാക്കേണ്ടതില്ല. ചില വേദികൾ അങ്ങനെയല്ല. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ശ്രീയാർ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്.
ഇതൊരു രാഷ്ട്രീയം സംസാരിക്കാനുള്ളൊരു വേദിയല്ല എന്ന് ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം ഒന്നും കൂടെ പറയുന്നില്ല. അതിനല്ല വന്നത് ഞാൻ. ഇതൊരു രാഷ്ട്രീയ വേദിയാണെങ്കിൽ ഞാൻ വരികയില്ല. ഇതൊരു സംസ്കാര വേദിയാണ്. സംസ്കാര സാഹിതികളുടെ, നാടക പ്രവർത്തകരുടെ, കലാപ്രവർത്തകരുടെ, ഷോർട്ട് ഫിലിം പ്രവർത്തകരുടെ, സിനിമ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള കലാപ്രവർത്തകരുടെ ഒരു സംഗമ വേദി. അത് KPCC സാംസ്കാരിക സാഹിതികളെ ഒരുക്കുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സാംസ്കാരിക വേദിയിൽ സാന്നിധ്യമാകാനാണ് ഞാനിവിടെ എത്തിയത്. CPI-യുമായുള്ള ഭിന്നതകൾക്കിടെ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസ് വേദിയിലെത്തിയിരിക്കുകയാണ്. KPCCയുടെ സംസ്കാര സാഹിതി കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. തത്സമയ സംപ്രേഷണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് എഴുത്തുകാരനും കലാകാരനും നാടകക്കാരനും സിനിമാക്കാരനും മാത്രമല്ല. അവന്റെ ആവിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, അവന്റെ കലാസൃഷ്ടികളിൽ, സാഹിത്യ സൃഷ്ടികളുടെ ആവിഷ്കാരത്തിൽ മാത്രമല്ല, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമാണ്. ഒരു വ്യക്തിക്ക് അവന് പറയാനുള്ള അഭിപ്രായങ്ങൾ അതൊരു രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു ചട്ടക്കൂടുകളിലും ഒതുങ്ങാതെ നിർഭയമായി സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അതേറ്റവും പ്രധാനമാണ്. ഇവിടെ ഞാൻ ഈ കോൺഗ്രസ് വേദികളെ കുറിച്ചൊരു അത് പറഞ്ഞു വന്നില്ല, ഭംഗിതരോട് ഞാൻ പറഞ്ഞതാണ്. നെഹ്റുവിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നെഹ്റു പുതിയ തലമുറയൊക്കെ അദ്ദേഹത്തെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. നമ്മുടെ രാഷ്ട്രശില്പി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും അദ്ദേഹത്തെ. പക്ഷെ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ലോക നേതാവ് നമുക്കങ്ങനെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. നെഹ്റുവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഗാന്ധിജി അത് മറ്റൊരു മഹാമേരു. നെഹ്റു ഈ ലോകത്തെ അറിഞ്ഞ, ഇന്ത്യയെ അറിഞ്ഞ, ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളും എല്ലാ നാനാത്വങ്ങളും എല്ലാ വൈരുദ്ധ്യങ്ങളും എല്ലാം അറിഞ്ഞ ഒരു അതാണ് ലീഡർ, അതാണ് ഒരു നേതാവ്, ഒരു രാഷ്ട്ര നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം, അത് മതേതര സങ്കല്പത്തെക്കുറിച്ചാകട്ടെ, ജനാധിപത്യത്തെക്കുറിച്ചാകട്ടെ, സോഷ്യലിസത്തെക്കുറിച്ചാകട്ടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അത് തന്നെയാണ് ഇന്നും രാഷ്ട്രശില്പി നെഹ്റുവിന്റെ വീക്ഷണങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഇന്നും മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ സ്രോതസ് എന്ന് ഞാൻ പറയും. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്, നെഹ്റുവിൻ ദർശനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞു മകൾക്ക് ജയിലിൽ കിടന്നെഴുതിയ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അത് നമ്മൾ വായിക്കേണ്ടതാണ്. പുതിയ കുട്ടികൾ, പുതിയ തലമുറ വായിക്കണം. അത് സാധാരണ ഒരു അച്ഛൻ ജയിലിൽ കിടന്ന്, അല്ലെങ്കിൽ അച്ഛൻ പ്രവാസ ജീവിതം നിൽക്കുമ്പോൾ ഒരു 10-12 വയസ്സുള്ള തന്റെ മകൾക്ക്, കുഞ്ഞിന് എഴുതുന്ന കത്തിലെന്താകും? ഭക്ഷണം കഴിച്ചോ, എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ, അല്ലെങ്കിൽ നന്നായി പഠിക്കണം, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളുടെ ഒരു വലിയ ഒരു ലിസ്റ്റായിരിക്കും പലപ്പോഴും. പക്ഷെ നെഹ്റു തന്റെ മകൾക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ്, ഇന്ത്യയെക്കുറിച്ചുള്ള സമഗ്രമായ അറിവാണ് തന്റെ മകൾക്ക് പകർന്നു നൽകിയത്. ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളെക്കുറിച്ച്, സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, ഇന്ത്യയിലെ വിവിധങ്ങളായ എല്ലാ വൈവിധ്യങ്ങളെക്കുറിച്ചും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും എല്ലാം എന്റെ കുഞ്ഞത് എത്രമാത്രം ആ ഒരു പ്രായത്തിൽ ഉൾക്കൊള്ളും എന്നത് അല്ല, അതിലൊക്കെ അപ്പുറം ആ കുഞ്ഞു മനസ്സിൽ ഇന്ത്യയുടെ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്കാര സാഹിതി വേദിയിൽ സംസാരിക്കുകയാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് വീണ്ടും തിരിച്ചടി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യം തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ആന്റണി രാജു കുറ്റക്കാരനെന്ന വിധി മരവിപ്പിച്ചില്ല. അതേസമയം ആന്റണി രാജുവിന്റെ തടവും പിഴയും അപ്പീൽ പരിഗണിക്കുന്നതുവരെ തൽക്കാലത്തേക്ക് കോടതി മരവിപ്പിച്ചു. കുറ്റക്കാരനെന്ന വിധി മരവിപ്പിക്കാത്തതിനാൽ ആന്റണി രാജുവിനുള്ള അയോഗ്യത തുടരും. അപ്പീലിൽ വിശദമായ വാദം കേട്ട് ഉത്തരവ് പറയുന്നതുവരെയാണ് ശിക്ഷ മരവിപ്പിച്ചത്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് കലുങ്ക് നിർമ്മാണത്തിന് എടുത്ത കുഴിയിൽ വീണ് മരിച്ചത്. മാസങ്ങളായി അപകടാവസ്ഥയിൽ തുടരുന്ന കുഴി മൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു.
ഇന്നലെ രാത്രി 10:45ഓടെയാണ് തൊടുപുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജെയ്സ് ബെന്നിയുടെ ബൈക്ക് മുതലക്കോടം മാവിൻ ചുവട്ടിൽ അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം കലുങ്ക് നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുമ്പെടുത്ത കുഴിയിൽ പതിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജെയ്സിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. PWD ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. വലിയൊരു അപകടമാണ് ഇത്. PWD വരുത്തി വെച്ച ഒരു അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താലൂക്ക് വികസന സമിതിയിൽ പല പ്രാവശ്യവും പലവട്ടവും PWD ഉദ്യോഗസ്ഥന്മാരെ ഇത് ധരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിത്യേന ആയിരക്കണക്കിന് വണ്ടികൾ വാഹനം ഇപ്പോൾ അറിയാം എത്രയോ ആളുകളാണ് വന്നു പോകുന്നത്. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. UDF പ്രവർത്തകർ തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. PWD വിജിലൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. മറ്റന്നാൾ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ജെയ്സ് ബെന്നി അപകടത്തിൽ മരിച്ചത്. 24 ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ചതിന്റെ ഭാഗമായി കേടുപാടുണ്ടായ ദ്വാരപാലക ശില്പം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനയുടെ ആവശ്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കും. ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് SIT കഴിഞ്ഞ സമയത്ത് മണ്ഡലകാലം ആരംഭിച്ച സമയത്ത് തുറന്ന സമയത്ത് തന്നെ ദ്വാരപാല ശില്പത്തിൽ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ സാമ്പിൾ രാസപരിശോധനയ്ക്ക് ജംഷഡ്പൂരിലേക്ക് അയക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതിയുമായി തന്ത്രി തന്നെ രംഗത്തെത്തിയത്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ദ്വാരപാലകളിൽ നിന്ന് മാറ്റിയെടുത്തപ്പോൾ ഈ അംഗഭംഗം വന്നു എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പങ്ങൾക്ക് അംഗഭംഗം വന്നു എന്നാണ് തന്ത്രി ദേവസ്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത്. തുടർന്നാണ് ഈ കാര്യം ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. തന്ത്രി പറഞ്ഞ അതനുസരിച്ച് ഇക്കാര്യം, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അംഗഭംഗം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് തന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്ത്രിയുടെ ഈ ആവശ്യം ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ഇതുവരെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറാൻ സാധിച്ചിട്ടില്ല. തുടർന്നാണ് ഒന്നുകൂടി വീണ്ടും രാസപരിശോധന, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വീണ്ടും സ്വർണ്ണം പരിശോധനയ്ക്കായി എടുക്കണമെന്നുള്ള ഒരു ആവശ്യം അറിയിക്കും. അതിന് പിന്നാലെ തന്നെ ശബരിമലയിൽ SIT നേരിട്ടെത്തി വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഈ സാമ്പിളുകൾ ശേഖരിച്ച സമയത്താണ് ശില്പങ്ങളിൽ അംഗഭംഗം വന്നു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ തന്ത്രി തന്നെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.